അല്ലെങ്കിൽ പൊക്കി ഈ പുണ്യദിനത്തിൽ ദൈവസ്നേഹം ധാരധാരായി പിതേറുന്ന ഈ അൾത്താരയ്ക്ക് ചുറ്റും ഹൃദയം നിറയെ സന്തോഷത്തോടും അധരം നിറയെ പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളിന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് പിതാവിനെയും സഹവൈദികരെയും ഇടവക വികാരി ബഹുമാനപ്പെട്ട ആൻഡോ ബൈജു അച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഇന്നത്തെ ബലിയർപ്പണത്തിന് നേതൃത്വ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പാരീസ് കൗൺസിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും ഇടവക ജനങ്ങളെയും ഈ പരിശുദ്ധമായ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഇടവക സമൂഹത്തിൽ ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറയുവാനും വിശുദ്ധനെക്കുറിച്ച് ചിന്തിക്കുവാനും വിശുദ്ധനിൽ തെളിഞ്ഞ പുണ്യങ്ങൾ സ്വന്തമാക്കുവാനും ശ്രമിക്കേണ്ട അവസരം. ദൈവത്തെ അറിയുന്നതിലെ ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തിന് മുന്നിൽ വിനയപ്പെടുന്നതാണ് എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുമാ തിയോളജിക്ക പോലുള്ള അതുല്യ ഗ്രന്ഥങ്ങളിലൂടെ സഭയുടെ വിശ്വാസബോധനത്തെ ക്രമബദ്ധമായി അവതരിപ്പിച്ച അദ്ദേഹം ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾക്കും വൈദികർക്കും മാത്രമല്ല സത്യം അന്വേഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും വഴികാട്ടിയായി മാറി. പ്രാർത്ഥനയും പഠനവും ഒരുപോലെ ജീവിതത്തിൻ്റെ ഹൃദയമായി കൊണ്ടു നടന്ന വിശുദ്ധൻ അറിവ് അഹങ്കാരത്തിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നയിക്കേണ്ടതെന്ന് തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ തെളിയിച്ചു. പരിശുദ്ധ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ അതിവിശേഷമായ ഭക്തി, ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യം, യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ജീവൻ നിറഞ്ഞ അടയാളമാണ്. എനിക്ക് വേണ്ടത് നിനക്കൊഴികെ ഒന്നുമില്ല എന്ന അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഈ തിരുക്കർമ്മം സത്യം അന്വേഷിക്കുന്നതിൽ ധൈര്യമുള്ളവരും വിനയത്തോടെ ദൈവഹിതത്തിന് കീഴടങ്ങുന്നവരുമായ ഒരു വിശ്വാസജനമായി നമ്മെ രൂപപ്പെടുത്തട്ടെ. ഇന്നേ ദിനം നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഭക്തിയോടും നന്ദിയോടും കൂടി ആരംഭിക്കാം. കൂടാതെ ഇന്നത്തെ ബലിയർപ്പണത്തിന് നേതൃത്വ ക്രമീകരണം നടത്തുന്നവരെയും നേർച്ചയായി നടത്തുന്ന കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും
അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം കരങ്ങൾ കൂപ്പി ബലിയർപ്പണത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹാമൃതം പോലെ ജീവാമൃതം പോലെ തൂമഞ്ഞു പോലെ കുളിർമഴ പോലെ സ്നേഹാമൃതം പോലെ ജീവാമൃതം പോലെ അത്യുന്നതങ്ങളിൽ നിന്നും അടിയങ്ങളിലേക്കെത്തും സ്നേഹമേ അതിശയ രൂപനേ സ്വീകരിക്കാം 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 അജഗണമേ വരുവിൻ അഭിഷിക്തൻ വരവാ അജഗണമേ വരുവിൻ അഭിഷിക്തൻ വരവാ അത്യുന്നതം അത്യുത്തമം അനുപമ സ്നേഹയാഗം ഇതനുപമ സ്നേഹയാഗം മലയുടെ നെറുകയിൽ അലിവിന്റെ അപ്പമായൊരാരാധിനെ അനുദിനം ഞാൻ സദാ വാഴുമാനന്ദമാ ധന്യനായി മാറുമീ അൾത്താരമുന്നിലും സകലവും കാത്തുമീ കനിവിൻ നാദനേ ആരാധന 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 അജഗണമേ വരുവിൻ അഭിഷിക്തൻ വരവാ അജഗണമേ വരുവിൻ അഭിഷിക്തൻ
വരവാ അത്യുന്നതം അത്യുത്തമം അനുപമ സ്നേഹയാഗം ഇതനുപമ സ്നേഹയാഗം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ തോമസ് അക്വിനാസിനോടുള്ള ഏറ്റവും ആദരണീയമായ ദിവസമാണ് ഇന്നേ ദിവസം. ഏറെ പ്രത്യേകമാവിധം ഈ ഇടവകയെ നയിക്കുന്ന വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ പ്രത്യേകമാവിധം മാധ്യസ്ഥം എന്നും നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ബലിയായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വീകാര്യമായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്ന അഭിവന്യ ക്രിസ്തുദാസ് പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ അൾത്താരിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന സണ്ണി അച്ഛനെയും ഡൊമിനിക് അച്ഛനെയും ബിനു അച്ഛനെയും ഒപ്പം സിസ്റ്റേഴ്സിനെയും ദൈവജനത്തിനെയും എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ ബലിവേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുനാൾ ദിനം ബലിയായി പ്രാർത്ഥിക്കുമ്പോൾ നേർച്ചയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമാവിധം തോമസ് ഹെലൻ കുടുംബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് അക്വിനാസിന് പ്രത്യേകമാവിധം നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവിധം ആദ്യസ്ഥം ഇവരുടെ കുടുംബജീവിതങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ലഭിക്കപ്പെടുവാൻ വേണ്ടി തോമസ് ഹെലൻ കുടുംബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോസഫ് റാണി കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞതിന് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും ആദ്യസ്ഥം ഇവരുടെ ജോസഫ് റാണി കുടുംബത്തിന് എന്നും ലഭിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിജു മോളി കുടുംബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. PR കിട്ടുന്നതിന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും ആദ്യസ്ഥം ഇവരുടെ വ്യക്തി ജീവിതങ്ങളിലും ജോലി ജീവിതത്തിലും ലഭിക്കപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രവീൺ പ്രേം എന്ന മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും ആദ്യസ്ഥയാൽ ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകുന്നതിനും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും ആദ്യസ്ഥം നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാസില ആൽബി കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം ഇവരുടെ ജീവിതത്തിൽ വീണ്ടും ലഭിക്കപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സുധ യൂജിൻ കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വ്യക്തി ജീവിതത്തിലും ദൈവത്തിന്റെ പ്രത്യേകമാവതും സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കപ്പെടുവാനും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും മാധ്യസ്ഥയാൽ നിറയപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരവിൻ സന്തോഷ് കുടുംബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവരുടെ വ്യക്തി ജീവിതത്തിലും ഇവരുടെ കുടുംബ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രത്യേകമാവതും അനുഗ്രഹം ലഭിക്കപ്പെടുവാനും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും മാധ്യസ്ഥയാൽ നിറയപ്പെടുവാൻ വേണ്ടിയും ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താരക് സാക് ജിഷേല എന്ന കുടുംബത്തിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമാവതും സംരക്ഷണം ലഭിക്കപ്പെടുവാനും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം എന്നും ഇവരുടെ വ്യക്തി ജീവിതങ്ങളിൽ ലഭിക്കപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോഫി സാജൻ കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തിൽ ലഭിക്കപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിജിൻ എന്ന കുഞ്ഞിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിവേകത്തിലും ഈ കുഞ്ഞ് വളരുവാനും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം എന്നും ഈ കുഞ്ഞിലുണ്ടാകുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സിസിൽ കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് അക്വിനാസിന് പ്രത്യേകമാവതും കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വ്യക്തി ജീവിതത്തിലും ഇനിയുള്ള കുടുംബ ജീവിതത്തിലും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം എന്നും ഉണ്ടാകുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷിബിൻ വർഷ കുടുംബത്തിനെയും വ്യക്തിയെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ വ്യക്തി ജീവിതങ്ങളിൽ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രത്യേകമാവതും മാധ്യസ്ഥയാൽ നിറയപ്പെടുവാനും ലഭിച്ച അനുകൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷെവിൻ സേറ എന്ന മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രത്യേകമാവതും സംരക്ഷിത്താൽ ഈ വ്യക്തികൾ ദൈവത്തിന്റെ അനുഗ്രഹമായി മാറുവാനും വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥയാൽ നിറയപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. റഡോണ അഭിജിത്ത് എന്ന കുടുംബത്തിനെയും വ്യക്തിയെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യേകമാവതും സംരക്ഷണത്താൽ നിറയപ്പെടുവാൻ വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
സോഫിയ സൊത്തേർ ഡിക്രൂസ് എന്ന കുടുംബത്തിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലഭിച്ച കാര്യങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സക്കിനാസിന്റെ മാധ്യസ്ഥം എന്നും ഈ കുടുംബത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹെലൻ ജോണസ്റ്റ് എന്ന കുടുംബത്തിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സക്കിനാസിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും എന്നും ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയും ലഭിച്ച കാര്യങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തോമസ് സക്കിനാസിന്റെ പ്രത്യേകമാവത് മാധ്യസ്ഥയാൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവീൺ ഡയാന കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രത്യേകമാവതും അനുഗ്രഹം ലഭിക്കപ്പെടുവാനും ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാക്കുവാനും തോമസ് സക്കിനാസിന്റെ മാധ്യസ്ഥം ഉണ്ടാക്കുവാൻ വേണ്ടിയും ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ ജെയിംസ് എന്ന കുടുംബത്തിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉദ്ദിഷ്ട കാര്യത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും രോഗസൗഖ്യത്തിനായിട്ടും കുഞ്ഞുമക്കളുടെ വളർച്ചയ്ക്കായിട്ടും ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തോമസ് സക്കിനാസിന്റെ മാധ്യസ്ഥം എന്നും ഇവരുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതത്തിലൊക്കെ ലഭിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലിവാനിയ ലിയോപോൾ, ലിയോണ ലിയോപോൾ, ജെസിക്ക ജോയ്, ഇവാൻ ജോയ് എന്നീ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മക്കൾ ദൈവജ്ഞാനത്തിലും അറിവിലും ദൈവഭക്തിയിലും വളർന്നു വരുവാനും പ്രത്യേകമാവതും വിഷ്ണു തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം എന്നും ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയും ലഭിച്ച കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബലിവേദിയിൽ അവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിതിൻ ജോസഫ് എന്ന മകനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉദ്ദിഷ്ട കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം നിതിൻ ജോസഫിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സ്നേഹിതരെ, ഈ ബലിവേദിയിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവഹിതമനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയപ്പെടുവാനും നമ്മുടെ ഇടവക സ്നേഹത്തിലും സന്തോഷത്തിലും വളർച്ചയിലും ആത്മീയതയിലും ഒന്നായിത്തീർന്നുകൊണ്ട് വളർച്ച പ്രാപിക്കുവാൻ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മാധ്യസ്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുവാൻ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഇടവക വികാരി ആൻഡോ ബൈജു അച്ഛൻ, സ്നേഹ ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, കൊച്ചുതുറ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തിരുനാൾ നാം ഈ ദിനങ്ങളിൽ ആഘോഷിക്കുകയായിരുന്നു. അതിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ ബലിയിൽ നാം അണയുമ്പോൾ ഈ വിശുദ്ധനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമ്മുടെ കൂട്ടായ്മയെയും ശക്തിപ്പെടുത്തുവാൻ ഈ തിരുനാൾ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ തോമസ് അക്വിനാസ് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദിവ്യനാഥനോടുള്ള ഭക്തിയും വിശുദ്ധ തോമസ് അക്വിനാസും എന്നതാണ്. ദിവ്യനാഥനെ കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തോമസ് അക്വിനാസ് വിശുദ്ധൻ എഴുതി വളരെ മനോഹരമായ രീതിയിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയ ശേഷം അദ്ദേഹം സംശയത്തോടെ ഇത് പുറത്തിറക്കാൻ നല്ലതാണോ എന്ന് ചിന്തിച്ച് ആകുലനായിക്കൊണ്ട് സക്രാരിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സ്വരം ഇപ്രകാരം പറഞ്ഞു:
തോമസ് അക്വിനാസ്, നീ എന്നെക്കുറിച്ച് നന്നായി തന്നെ എഴുതിയിരിക്കുന്നു. ഇത് ദൈവം അദ്ദേഹത്തിന് നൽകിയ വലിയ ഒരു അംഗീകാരമായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യ കാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒത്തിരിയേറെ ഗാനങ്ങൾ വളരെയേറെ പ്രശസ്തമാണ്. അത് ദൈവകരുണയെക്കുറിച്ച് സ്തുതിക്കുന്നതാണ്. ആ ദിവ്യ കാരുണ്യ